والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, ബഹുമാനികളെ, ഞാൻ ഒരു സുദീർഘമായ പ്രസംഗം ചെയ്യാൻ ആഫിയത്തില്ല. ഞാൻ വന്നിട്ട് ഉൾക്കൊടുക്കുമ്പോൾ രണ്ടാൾ ഉൾക്കൊടുത്തിട്ട് കഴിയുമ്പോൾ എന്നെ കുടിച്ചിട്ട് കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരാളിങ്ങനെ നോക്കുന്നു, ഇയാൾ എത്ര കുട്ടി പറയും. എനിക്ക് ഉൾക്കൊടുക്കാൻ കഴിയുന്നില്ല, അത്തരത്തിൽ ആഫിയത്തില്ലാത്ത ആളാണ് ഞാൻ. അപ്പൊ എന്ത് ആവശ്യത്തിന് വന്നത് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഇൽമിനെ മരിക്കുന്നത് വരേക്കും എത്തിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെയാണ് എന്റെ ഉപ്പാനും കൈ പിടിച്ച് പൊന്തിച്ചിട്ട് കൊണ്ടിട്ട് വേണ്ടിയിരുത്തിയുണ്ട്. അത് ഞാനോ ഇപ്പൊ തുടങ്ങിയിട്ട് കുറെ കൊല്ലായി. ഇങ്ങനെ ഒരേ ഒരായത്ത് സൂറത്തുൽ ഹുജറാത്ത് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ 13ാമത്തെ ആയത്തിലേക്ക് ഇപ്പൊ ഞാൻ എത്തിയിട്ടുണ്ട് പറഞ്ഞിട്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ E.K. അബ്ദുൽ ഖാദർ ഹാജിനെ അടിച്ചു നോക്കാൻ ആ സൂറത്തുൽ ഹുജറാത്തിന്റെ തല മുതൽ 13 ആയത്ത് വരേക്കും ഈ 2 കൊല്ലത്തിന്റെ ഇടയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അത്രയും അതിൽ പറയാനുള്ള വിഷയമുണ്ട്. അതൊരു ഒരായത്താണ് ഇവിടെ ഇന്ന് സജീവ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയ്യുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തും. ഇതായത്തിന് മുമ്പ് അപ്പൊ അത് നിങ്ങൾ പലപ്പോഴും കേട്ടുകൊണ്ടായിരിക്കാം. എന്റെ തുടർന്നത് പോകുന്ന വിഷയത്തിൽ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അതിൽ പറഞ്ഞ വിഷയം മണ്ണ്, സൂമണ്ണ്, ഹുസ്നുമണ്ണ് എന്ന് രണ്ടുണ്ട്. വെടക്ക് വിചാരം, നല്ല വിചാരം. ഒരാൾ ഒരു പെണ്ണതിനെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ബോമനെ കൂടെ ഇരുന്നിട്ടുണ്ട്. കുറച്ച് വൈകി പിന്നെ ഒരാൾ പോകുന്നുണ്ട്. അപ്പൊ നിന്റെ മനസ്സിൽ വരുന്ന ഈ പെണ്ണിന് എന്റെ അടുത്ത് പോകുന്നതായിരിക്കും. ഇതിലേക്ക് പേര് സൂമണ്ണ്, വെടക്ക് വിചാരം. മനസ്സിലായി? എന്താക്കി പറഞ്ഞ് സൈക്കിൾ ഓർഡർ എടുത്തിട്ട് അടിച്ചു. ഇങ്ങനെ പോലെയുടെ പോകുന്ന നോക്കാൻ വേണ്ടിയിട്ട്, അതിനെ തഹ്ക്കീക്കാക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് വലിയ തെറ്റാണ്. മനസ്സിലായി? അങ്ങനത്തെ മനുഷ്യർക്ക് പിന്നെ ഹുസ്നുമണ്ണ്, നല്ല വിചാരം. നല്ല വിചാരം എന്ന് പറയുമ്പോൾ ഒരാള് പുസ്തകമൊന്നും ഇല്ലാത്ത സമയത്ത്, അസറിന്റെ സമയത്ത് പള്ളിയിലേക്ക് ഒരാളിങ്ങനെ നടന്നുകൊണ്ട് വരുന്ന പള്ളിന്റെ ഭാഗത്ത്. അപ്പൊ നീ വിചാരിക്കുന്നു പള്ളിയിൽ വെച്ച് കുറച്ച് ഖുർആനെല്ലാം ഓതി അവിടെ നിന്ന് നിസ്കരിച്ച് വരാൻ വേണ്ടി പോകുന്നതായിരിക്കും എന്ന് വിചാരിക്കാൻ. ഇത് നല്ല വിചാരം. ഇങ്ങനത്തെ വിചാരത്തിനെ പറ്റാണ് ഇന്നത്തെ പൊതുവേണ്ടി പറഞ്ഞ മുഴുവൻ വിഷയം. ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ബസ്രയിൽ ഒരു ഹസൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായി, ബസ്രക്കാരൻ. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രത്തിനോട് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഹസൻ അൽ ബസ്രി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാള് വന്നു. അതിന് സലാമെന്ന് പറഞ്ഞ് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്തത് വേറെ ഗുണം. മക്കളില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇസ്തഗ്ഫിറുല്ലാഹ്, നീ അല്ലാഹുവിനോട് വിട്ടുകൊടുക്കുന്ന തേടും. അങ്ങനെ അയാൾ പോയി കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒരാൾ വന്നു. നമ്മുടെ കൃഷിന് വെള്ളമില്ലാണ്ടെല്ലാം ഇതായത് പോയോണ്ടുണ്ട്. അത് കൃഷിയെല്ലാം നാശായിപ്പോയി. അതുകൊണ്ട് ഞാൻ ദ്വാരപ്പിക്കാൻ ഇത് വന്നത്. ഇത് പറയുമ്പോൾ അയാൾ പറഞ്ഞ് ഇസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് വിട്ടുകൊടുക്കുന്ന. മൂന്നാമത്തെ ഒരാൾ വന്ന് കുറെ ബുദ്ധിമുട്ടിനെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടിട്ട് ദ്വാരക്കണമെന്ന് പറയുമ്പോൾ അയാളെ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് വിട്ടുകൊടുക്കുന്നത്. വിട്ടുകൊടുക്കുന്ന തേടുന്ന ഫുഡ് തന്നെ ചെയ്യുന്നില്ല. അത് ചെല്ലണമെന്നില്ല. അപ്പൊ ആണ് പിന്നെ ഒരാളുണ്ടായി. അയാൾ ചോദിച്ചു, ഉസ്താദ് നിങ്ങള് ഈ 3 വന്നിട്ട് ഓരോരോ ചോദ്യം ചോദിക്കുന്ന അവസരത്തിനും ഒരേ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഏത് ചോദ്യത്തിന് ഉത്തരവെന്ന്
നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലെ സൂറത്ത് നൂഹ് ഫഖുലിസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലു സ്സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും അൻഹാറാ വമാ ലക്കും ലാ തർജൂന വഖാറാ. ഇതിന്റെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാണ് എന്തെന്ന് കൊടുത്തു. ഞാൻ പറഞ്ഞു പടച്ചവനോട് പറയുകയാണ്, നിങ്ങൾക്കുള്ള റബ്ബിനോട് നിങ്ങൾ വിട്ടുകൊടുക്കുന്ന തേടൂ എന്ന് ഞാൻ അവളോട് പറഞ്ഞു. കാന ഗഫാറ, കാന ഗഫൂറ അല്ല, കാന ഗഫാറ. ഏറ്റവും കൂടുതൽ എത്ര കുറ്റം നീ ചെയ്തിട്ട് അവനോട് വിട്ടുകൊടുക്കുന്ന തേടിയാലും അവർ വിട്ടുകൊടുക്കുക ചെയ്യും. അതുകൊണ്ട് എന്ത് പറയണം നമ്മുടെ നേരം? അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം, അസ്തഗ്ഫിറുല്ലാഹ് ഇന്നഹു കാന ഗഫാറാ യുർസിലു സ്സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾക്ക് ആകാശയിൽ വെള്ളത്തിന് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ ചൊരിച്ചോണ്ടാവും മഴ, നല്ലോണം മഴ വന്നുണ്ടാവും. ഇസ്തിഗ്ഫാർ ചെയ്താൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തിന്റെ മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതുന്നു. മഴയില്ലാണ്ട് നാട് ഒട്ടാകെ ബേജാറായിക്കുന്നു. റസൂലുള്ളാഹിയോട് പറയുന്നു, കൃഷിയെല്ലാം നഷ്ടമായി, പശുക്കളെല്ലാം ചത്തുപോയി, മല കുടിക്കുന്ന പെണ്ണുങ്ങൾക്ക് മല കൊടുക്കാൻ പാലില്ലാണ്ടായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് ആ മിമ്പർ നിട്ട് ദുആന്ന്. ആ ദുആന്റെ അവസരത്തിൽ മഴ വന്നു. അപ്പോൾ തന്നെ എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ താടിയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് ആ മഴ 8 ദിവസം വരെ കൊണ്ടിരുന്നു. പിറ്റേന്ന് വെള്ളിയാഴ്ച വരെ. നമ്മുടെ നാടൻ ഒരു വാക്കുണ്ട്, വെള്ളിയാഴ്ച മഴ തുടങ്ങി പിറ്റേന്ന് വെള്ളിയാഴ്ച ഇരിക്കുന്നു. ഒരു ചെറുതില്ലേ, അതാണ് കൊണ്ടിട്ട് മഴ വന്ന് നന്നായിരിക്കും. അതുകൊണ്ട് എന്താക്കണം? യുർസിലു സ്സമാഅ മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾക്ക് മക്കളെയും കൃഷിയെയും എല്ലാം നിങ്ങൾക്ക് അല്ലാഹു തരും. നിങ്ങൾക്ക് എന്താണ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ പണിയുള്ളത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ഖൗമോട് പറഞ്ഞതിന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി എന്നവർ ഇയാളോട് മറുപടി പറഞ്ഞു. ഈ ചോദ്യത്തിന്, എല്ലാ ചോദ്യത്തിനും മറുപടി ആയത്തിൽ തന്നെ ഉണ്ട്. മനസ്സിലായി ഞാൻ പറയുന്നത്? ഒരേ ആയത്തിൽ ഇതെല്ലാത്തിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഹസൻ ബസരി എന്ന് പറയുന്ന ആളെ പറ്റി ആള് എന്ത് വലിയ നല്ലൊരാളെന്നല്ല ആദ്യം. പിന്നെ അദ്ദേഹം ആദരവാക്കപ്പെട്ട റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. കണ്ടാണെന്ന് പറയുന്നത് സഹാബി. കാണാത്ത ആൾക്ക് അത് പിടിക്കും. നമ്മളെ ഈ നേതാക്കളല്ല, താബിയ എന്നാണ്. അവരെ കണ്ട ആൾക്ക് താബിയ എന്ന് പറയും. ഇതെല്ലാം ഞാൻ പിടിച്ചത് പോകണം. ചില പഠിക്കാത്ത എൽമുകളെല്ലാം ഞാൻ അത് മജീസിൽ കേൾക്കുമ്പോൾ ചില ആൾക്കാർ സംഭവിക്കും പഠിപ്പിക്കണമെന്നില്ല. ഇതൊന്നെ പിടിച്ചോണ്ട് പഠിക്കേണ്ടത് ഇതേ അവസാനം ചെയ്യട്ടെ. പറയോ ഉടുക്കുമ്പൊക്കെ നീയത്തെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അറിയുന്ന കയ്യത്തെ മതി. കരണ്ടോ ഉടുക്കുമ്പോ നീയത്തേടൊന്ന് ചെയ്യേണ്ടത്. മുഖം കഴുകുമ്പോ മുങ്കൈ കഴുകുമ്പോൾ എന്നാല് സുന്നത്ത് കിട്ടത്തെ മുങ്കൈ കഴുകാണ്ട് വരാൻ മുഖത്തിന് കഴിയ ഉദൂസയാവാൻ പറഞ്ഞാൽ ഉദൂസയാവും. പക്ഷെ എന്താവില്ല, സുന്നത്ത് കിട്ടൂല. അത് സുന്നത്തല്ലേ എന്ന് വിടാനും പറ്റില്ല. സുന്നത്തിന് ഒരു സമയത്ത് സുന്നത്ത് ഫർദിനേക്കാൾ ബഹുമാനിക്കേണ്ട സാധനമാണ്. നമ്മുടെ ഉസ്താദ് ഇവിടെ ഉണ്ട്, നാളെ മോദിക്കിട്ട് വളർത്തിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ സെക്രട്ടറിയോട് ലിസ്റ്റ് കൊടുത്തു. ഇത്ര അരി, ഇത്ര ഇറച്ചൽ സാധനം ലിസ്റ്റാക്കി കൊടുത്തിട്ട് പോകുമ്പോൾ ഉസ്താദ് വിളിച്ച്
ഇപ്പോ പെണ്ണൊക്കെ ഒരിക്കലും ആപ്പിൾ എടുത്തെന്ന് പറയും. അത് ഫറദല്ല. ഈ ലീസ്റ്റല്ല ഫറദ്. അത് കൊള്ളന്നിട്ടേ വേണം. ഇത് ഫറദല്ല. കൊള്ളന്നില്ലാവും. എന്നാലും നീ പോയിട്ട് ആദ്യം എടുക്കുന്നത് ഉസ്താദ് പറഞ്ഞ ആപ്പിൾ എന്താ അയാളെ അതുകൊണ്ട് ആ ആപ്പിളിന് വന്നിട്ട് ആദ്യം കൊടുക്കുന്നത്. ഇതുപോലെയാണ് സുന്നത്തിന് ഞങ്ങൾ കൂടുതൽ സ്നേഹിച്ചിട്ട് ആദരവാക്കപ്പെട്ട റസൂലുള്ളാഹിയോട് സുന്നത്തിന് സ്നേഹിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനൊരു ഫാത്തിഹ ഓതുന്നു, നിങ്ങൾ ആമീൻ ചൊല്ലുക. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. എല്ലാവരും ആമീൻ ചെയ്ത് കറക്റ്റ്. 2-3 ആള് എൻ്റെ കുറച്ച് പുസ്തകം പഠിച്ചു. ഇതാ അമ്മനൽ ഇമാമോ, ഇതാ അറാദൽ ഇമാമോ, ഇമാമു ആമീൻ ചെല്ലാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അവനോട് കൂടെ നീ ആമീൻ ചെല്ലണോ? മനസ്സിലായോ? നീ ആമീൻ ചെല്ലുന്നെങ്കിൽ ഈ ആമീൻ എന്ന് ആ ഇമാമ് ചെല്ലുമ്പോൾ ഇമാമിന്റെ കൂടെ നീ ആമീൻ ചെല്ലണം. അതിന് മുന്നേ ചെല്ലാൻ പാടില്ല. എന്ത് കാരണം? എന്ത് പണ്ടത്തെ നാട്ടുകാരെ മനസ്സേ എന്ത് പറഞ്ഞത്? ഒരുത്തൻ ഇമാം ആമീൻ എന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ, മനസ്സിലായില്ലേ, അങ്ങനെ വിചാരിക്കുമ്പോൾ അവനോട് കൂടെ നിങ്ങളോ ആമീൻ ചെല്ലണം. മുന്നോ വയ്യാവോ പാട്ട എന്ത് ഒരുത്തന്റെ ആമീൻ ചെല്ലുന്നത് മലക്കുകളും ആ സമയത്ത് ആമീൻ ചെല്ലുന്നുണ്ട്. അവർക്കൂടെ ആമീനോട് യോജിച്ചിട്ട് വന്നാൽ അവന്റെ കഴിഞ്ഞ കാലത്തുള്ള മുഴുവൻ കുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് കൊടുക്കുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. അപ്പൊ ആ ആമീൻ എന്ന് ചൊല്ലുന്നതും വളരെ സൂക്ഷിച്ചിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹസീൻ ഓർമ്മ, അദ്ദേഹം സൂക്കടായിട്ട് കിടന്നു 30 കൊല്ലം. ഇമ്രാൻ ഹസീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇമ്രാൻ ഹസീൻ എന്നാണ് 30 കൊല്ലം രോഗിയായിട്ട് കിടന്നപ്പോൾ എന്ത് സൂക്കട്? ഈ ബാസൂർ മൂലത്തിന്റെ ക്ഷയമാണ്. അപ്പൊ ഇയാളൊരു കട്ടില് കിടന്നിട്ട് ഈ കട്ടിലിന്റെ അടിഭാഗത്തേക്ക് ഒരു വട്ടയാക്കിട്ട് ആടെ താഴെ ഒരു പാത്രം വെച്ചിട്ട് ഈ രക്തം അതിലേക്ക് ഒഴിക്കുന്നു. മനസ്സിലാക്കണം ശരിക്കും. ആ രക്തം ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കുമ്പോൾ അന്ന് അയാൾ അനുജന്റെ മകന് പോയി, എടാപ്പ എങ്ങനുണ്ട്? എന്തും വേണമെങ്കിൽ അൽഹംദുലില്ല. അല്ല, ഇങ്ങനത്തെ ഇത്തരം വലിയ സൂക്കട് ഇങ്ങനെ ഉണ്ടാവുമ്പോ നീക്കൊന്ന് ശരിക്കും അള്ളാഹുവിനോട് പ്രയത്നം മതി. ഞമ്മാനെന്ന് പറയും, ഇത്തരം ചോറുണ്ടെങ്കിൽ ആശുപത്രിയിലൊക്കെ പോയി ഞാൻ വരാനല്ലേ പറയുന്നത്. അവർക്ക് അതിൽ വിശ്വാസമില്ല. അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ ദ്വാര് നിങ്ങൾക്ക് ദ്വാരനോട് നിനക്ക് ദ്വാരക്കാൻ അറിയാമെന്നല്ല മോനെ. ഞാനൊരു പ്രാവശ്യം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോയി എന്റെ ഈ രോഗത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. എനിക്ക് ഇത്ര വേണ്ടായി, ഇങ്ങനെ ബ്ലഡ് പോയോണ്ട്. അപ്പൊ റസൂലുള്ള പടച്ചവനെ അവന്റെ രോഗത്തിന് ശരിയാക്കണോ എന്ന് പറഞ്ഞു. മനസ്സിലാക്കണോ? അങ്ങനെ അയാൾ പോയിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ട് വന്നപ്പോൾ റസൂലുള്ള അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ആ സൂക്കട് മടങ്ങി കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. സൂക്കട് സുഖാൻ വേണ്ടി ഇയാൾ പറഞ്ഞ ആ സൂക്കട് മടങ്ങി കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. അപ്പൊ റസൂലുള്ള ചോദിച്ചു, എന്താ സൂക്കട് മടങ്ങി കിട്ടാൻ? നബിയെ, ഞാൻ ഈ സൂക്കടായിട്ട് കിടക്കുന്ന അവസരത്തിൽ
4 മണിക്ക് ഞാൻ എണീച്ചിട്ട് പിന്നെ ഉപ്പ് കൊടുക്കാൻ പോയാൽ ഔറത്തിനാളുടെ കണ്ടി ക്ലീനാക്കി പരത്തേറ്റം വെച്ച് അതിന് സുഖാക്കി തുണി കെട്ടിയിട്ട് ഉപ്പെടുത്തിട്ട് ഞാൻ എന്റെ പിരിപ്പിലേക്ക് വരുമ്പോ എനിക്കൊരു സലാമി കേൾക്കുന്ന സലാം ഇബ്രാഹിം ഹസീനെ അള്ളാന്റെ സലാമിക്കുണ്ടാവട്ടെ എന്ന് എല്ലാ ദിവസവും കേട്ടിട്ട് ഇന്ന് രാവിലെ നീ കേട്ടിട്ടില്ല, ആ സലാം നീ കേട്ടിട്ടില്ല എന്ന് റസൂൽ പറയുമ്പോൾ റസൂൽ ചോദിക്കുന്ന നിന്റെ സൂഖയുടെ സുഖാവണ റസൂലിന്റെ സലാമ വേണ്ടിയതാണ്. സലാമിന്റെ പേരത്തിനല്ലേ സലാമത്തുണ്ടായിട്ട് ഇയാള് പറഞ്ഞു എനിക്ക് എന്റെ ആ മലക്കിന്റെ സലാം എന്നെ മതി. അങ്ങനെ മരിക്കോട് അദ്ദേഹം അതേ സൂഖണ്ടായിട്ട് കിടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മലക്കുകള് നമ്മൾക്കുള്ള സലാമോടും നമ്മൾക്കുള്ള ആമീനോടും യോജിച്ചിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് വേണം, എല്ലാവരും ഇത്തിഫാഖ് എന്നൊരു ഇത്തിഫാഖിന് സംഘടനയുടെ പേരാ ഭയങ്കര പേര് വെച്ചത് ഇത്തിഫാഖ്. ഒരു മനുഷ്യൻ പിന്നെ മനുഷ്യനിക്ക് അത് മുസ്ലിമും ഞാൻ വിഷയ ഉദ്ദേശിച്ചതല്ല. അൽ മുസ്ലിമുനിൽ മുസ്ലിമി, ഒരു മുസ്ലിമെ പിന്നെ ഒരു മുസ്ലിമിക്ക് അവിടെ പുറത്ത് വരുമ്പോ പെണ്ണുങ്ങളുണ്ട് നാടേടെ മണ്ടപ്പം എന്തായാലും മാപ്പിള വെച്ചിട്ട് കുറെ കുട്ടികളുണ്ട്, അതൊക്കെ കെട്ടിട്ട് കൊടുക്കില്ല. അപ്പൊ എന്റെ കീസിന് പൈസ ഉണ്ടാന്ന് ഞാൻ നോക്കിയിട്ടില്ല. നോക്കുമ്പോ പൈസ ഉണ്ടായിരുന്നു. പോലെ അവൻ്റെ 100 രൂപ വാങ്ങിയിട്ട് പെണ്ണിന് കൊടുത്തു. ഇവിടെ വന്ന് കീസിൽ നോക്കുമ്പോൾ പൈസ ഉണ്ട്. ഇത് ഞാൻ പൊക്കറ്റിലിടാൻ വേണ്ടി വെച്ച പൈസ അള്ളായിട്ട് തന്നെ ആ മറിഞ്ഞെടുക്കണമെന്ന് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി. അതാണ് ഓരോരുത്തരും പരസ്പരം സ്നേഹിക്കുകയും ഒരുത്തൻ മറ്റൊരുത്തരെ സഹായിക്കുകയും ചെയ്യുന്ന ആ ഒരു സംഘടന ഇവിടെ ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ അതിനെ പൊളിക്കാണ്ട് നല്ല നിരക്ക് അല്ലാഹു കൊണ്ടുവരട്ടെ. ഞാനിവിടെ ഈ പരുത്തിപ്പാടി ആ ഭാഗത്ത് ഇങ്ങനെ പണ്ടുപോയതുകൊണ്ട് ഈ കമ്മിറ്റിയായിട്ട് ഇന്നും ഷാപ്പ് നടന്നുകൊണ്ട് പല ആളുകളിൽ. അപ്പൊ സാധുക്കളെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ചെലവാക്കണം. ഇന്നത്തെ ഉദ്യോഗായി ഞാൻ ഉസ്താദ് ചൊല്ലി ഇത് അറിയാൻ വേണ്ടി ഞാൻ ചെന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞത് ഉസ്താദ് കുറെ പെണ്ണുകുട്ടികളെല്ലാം കെട്ടിച്ചു കൊടുക്കുന്നു, എന്തൊരു കാരണം വേണ്ടേ, എന്തിനു വേണ്ടി നിങ്ങൾ കമ്മീഷൻ ഉണ്ടാകും. ഇല്ല, ഞാൻ ബോംബെക്ക് ഒരു വഴത്തിന് പോയി. ആ വഴത്തിന് പോയിട്ട് വഴമ്പന്റെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോ കഞ്ഞിയുണ്ട്. അപ്പൊ ഈ കഞ്ഞി കുടിക്കുമ്പോൾ അവിടെ ഒരാൾ ഇരുന്നിട്ടുണ്ട്, ഒരു മൈല വിളിച്ചിട്ട്. അയാളെ വിളിച്ചിട്ട് അയാളോട് ഞാൻ പറഞ്ഞു കഞ്ഞി കുടിക്കുക. അതിങ്ങാണ്ട് ഞാൻ മലപ്പുറത്ത് എന്തൊരു എൻ്റെ ഒരു മകളെ കെട്ടിച്ചു കൊടുക്കാനുണ്ട്, ഇവിടെ ഒന്നും പിരിയൊന്നും ഇല്ല, കിട്ടുന്നില്ല. ഇവിടെ വന്നിട്ട് ഇത്ര മാസമായിട്ടൊന്നും കിട്ടിയിട്ട് 2 മാസമായി. അങ്ങനെ ഒരു ബേജാറുണ്ടാവുമ്പോ ഇപ്പൊ ഒരു സമാധാനം. എന്ത് JJ ഹോസ്പിറ്റലിൽ ഒരു മെഡ്രാസുകാരന്റെ കിഡ്നി ഫെയിലായിട്ടാണ്. അപ്പൊ എന്റെ കിഡ്നി ടെസ്റ്റായിട്ട് നോക്കുമ്പോ എനിക്ക് സൂട്ടാണ്. അങ്ങനെ ഈ കിഡ്നി ഞാൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. 35,000 രൂപ. അതാണ് ഈ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനുള്ള വലുപ്പം ഞാൻ പറയും. അതിന്റെ പുറകെ 33 കൊല്ലത്തിനിടയിൽ 500 ചില്ലാന കുട്ടികളെ കെട്ടിച്ചു കൊടുത്തു എല്ലാ ഭാഗത്തും. അപ്പൊ ആ കെട്ടിച്ചു കൊടുക്കുമ്പോൾ അല്ലിനെ വിറ്റിട്ട് മകളെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്ന ആൾക്ക് എത്ര കഷ്ടം ഉണ്ടാവും മനസ്സിലാക്കണം. അത് നിങ്ങൾ എല്ലാ ഓരോരുത്തരും മനസ്സിലായിട്ടായിരിക്കും. ഇത്തിഫാഖ് എന്ന് പറഞ്ഞെങ്കിൽ റാബിതത്തിൽ ആലമുൽ ഇസ്ലാമിൽ അറിഞ്ഞില്ലേ, ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടിയിട്ട് ഒരു സംഘടനയായിട്ട് വെച്ച് അങ്ങനെയുള്ള ആ സംഘടന ചെയ്തുകൊണ്ട് ഈ നാട്ടുകാരായ സാധുക്കളാണ് അധികം ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞിട്ട് എല്ലാവരും അങ്ങനത്തെ ഒരു സംഘടന ചെയ്യണം. ഞാൻ നിർത്താൻ വേണ്ടി പോകുന്നു. ഉദ്ദേശിച്ച് നിങ്ങളുടെ കമ്മിറ്റിന്റെ മീറ്റിങ്ങിൽ ഉള്ളത് കൊണ്ട് പറയാൻ ഞാൻ ഉദ്ദേശിച്ച വിഷയമൊക്കെ വിഷയമൊന്നുമില്ല. ആ സൂറത്തിൽ 5 ജാഗിൽ അല്ലാഹു തആല വിളിച്ച് യാ അയ്യുഹല്ലദീന ആമനു
ആറാമത്തെ വിളിച്ച് യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളുടെ കുട്ടികളുണ്ട്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ ഒരു ആണും പെണ്ണും നിന്നാണ് ഞങ്ങൾ പഠിച്ചത്. ഒരാണും ഒരു പെണ്ണിലാണ് മക്കളുണ്ടാവും. വീട്ടിലേക്ക് നോക്കുന്നത് ഇവിടെ എന്താ ഈസാനബിൻ്റെതാ അല്ലേ? ഈസാനബിൻ്റെതല്ലേ പെണ്ണിൻ്റെ ഉണ്ടായി. ഈസാനബി ഉപ്പയില്ല, ആദ്യം നബി കുപ്പുണ്ടായിരുന്നു. ആദ്യം നബി ഉണ്ടായില്ല. അപ്പൊ അവന്റെ കുതിരത്തിനാ പൂർത്തിയാക്കുന്നത്. ആദ്യം നബിക്ക് ഉപ്പയില്ല, ഹവ്വാക്ക് ഉമ്മയില്ല, ഈസാക്ക് ഉപ്പയില്ല, നമുക്ക് ഉപ്പവും ഉമ്മയുള്ളൂ. അവന്റെ കുതിരത്തിനെ പൂർത്തിയാക്കുന്നത്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ആണെന്നിട്ട് പെണ്ണിട്ട് നിങ്ങൾ പഠിച്ചു. വജഅൽനാകും ശുഊബൻ വ ഖബായില, അല്ലെ നിങ്ങളുടെ കുടുംബങ്ങളെയും ഇല്ലകളെയും ഇങ്ങനത്തെ നിങ്ങൾക്കൂടെ അറിയപ്പെടുന്ന അവ തറവാട്ടിൽപ്പെട്ടവനാണ് എന്നുള്ളതിനെ നിങ്ങൾ പഠിച്ചിട്ട് വെച്ചിന്. അതുകൊണ്ട് എന്തിനു വേണ്ടി പഠിച്ചത്? ഇതാറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയിട്ട് അവൻ ഇന്നവനാണ് ഓൻ ഇന്നവനാണ് എന്നറിയാൻ വേണ്ടി, എന്നല്ലാണ്ട് വേറെ ഉദ്ദേശമില്ല. അതിനുള്ള ഉദ്ദേശം അതിന്റെ പത്തായത്തത് ഇന്ന അക്രമക്കും അവിടെ നിങ്ങളെന്ന് ഏറ്റവും നല്ലവർ, നിങ്ങളെന്ന് ഏറ്റവും തഖ്വയുള്ള ആളാണെന്ന്. ആ തഖ്വ ഉള്ള ആൾക്കാരാവണം. അതാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയുള്ള വിഷയം. ആ തഖ്വ എന്ന് പറയുന്നത് ഇംതിസാലു അവാമിരില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകൾ ഏതെങ്കിലും എടുക്കണം. വജ്തിനാബു നവാഹി, വജ്തിനാബു നവാഹി, അല്ലാഹു വിരോധിച്ചതിനെ തൊട്ട് ഒഴിഞ്ഞിരിക്കണം. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ മരിക്കേണ്ട ആവശ്യത്തിലുണ്ടെങ്കിൽ ഇതിനൊക്കെ വന്നിട്ട് നിങ്ങൾ പ്രസംഗിക്ക് കേൾക്കാതിരുന്നതിന് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് 2 മണി സമയം ഉസ്താദം വിചാരിക്കുന്നു. 5 മിനിറ്റ് മുമ്പ് തന്നെ നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല യാനുള്ള സന്ധിയിൽ എനിക്ക് എൻ്റെ ഉപ്പാക്കന്മാർ ഓർമ്മ, എൻ്റെ ഉപ്പാക്കാണ് അതിനമ്മറിയാളൊക്കെ അയാളെ പുത്തുപാൻ്റെ അവരുടെ ആ കൂറ്റിയൻ എല്ലാവരും കൂടുതൽ നമുക്കുള്ളത് അതേ കൂറ്റി തന്നെ. പക്ഷെ ഇത് നമ്മളത് കൂട്ടി പറഞ്ഞിട്ട് കൂറ്റില പോയി അങ്ങനെ നിസ്കാരം ഒരാൾ കുറെ കാലം ഒരേ സ്ഥലത്ത് ഒരേ മൊഴിയിലാണ് നിർത്തുന്നു. അതിനകത്ത് വന്നപ്പോ പറഞ്ഞ് ഒരേ ജാക്കറ്റ് പോകും. അപ്പൊ ഇപ്പോഴത്തെ നിയമമുണ്ട് 2 കൊല്ലാകുമ്പോ ഒരേ ജാക്കറ്റ്. ഞാൻ 23 കൊല്ലം ബാംഗ്ലൂർ ഒരേ പള്ളിയിൽ നിൽക്കുന്നത്. ഒരേ പള്ളിയിൽ 23 കൊല്ലം ശമ്പളം ഇല്ലാതെ, ശമ്പളം എടുത്തിട്ടില്ല, കൈമുടക്കം എടുത്തിട്ടില്ല. ഒരേ ഒരു പള്ളിയിൽ 23 കൊല്ലം ഞാനവിടെ എടുത്ത് ഇപ്പൊ സുഖയില്ലാണ്ടാവുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന സാലിഹ്യങ്ങളിൽ അല്ലാഹു വരുത്തി തരട്ടെ. റബ്ബനാ ളലന്നാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റഹ്മാനുർ റഹീമായ തമ്പുരാനെ, ഈ പറഞ്ഞതിൽ വല്ല തെറ്റ് വ്യത്യാസമുണ്ടെങ്കിൽ ഇന്ന് മഹബായ ഫضലുകളെ നീ കൊണ്ടുപോകുമാറാകണേ. നമ്മളെ കൂടെ മരിച്ചുപോയ പല ആൾക്കാർ ഈ നാട്ടിൽ, നമുക്ക് അറിയപ്പെടുന്ന പല ആൾക്കാരും ഈ നാട്ടിൽ റഹ്മാനെ മഹബായ ഫضൽ കൊണ്ട് ആ ഹയാത്തുള്ളവർക്കുള്ള ബുദ്ധിമുട്ട് നീ തീർത്തു കൊടുക്കണേ വിളച്ചവനെ. അതേപോലെ തന്നെ മരിച്ചവർക്കുള്ള മക്കളുടെ സൗകര്യത്തിൻ്റെ ലോകമാകണേ വിളച്ചവനെ. നമ്മൾക്ക് മരിക്കുന്നവരെയൊക്കെ കുറച്ച് അറിയുന്ന ഇങ്ങനെ പറയാനുള്ള തൗഫീഖ് നീ ചെയ്യണേ വിളച്ചവനെ. റഹ്മത്തിക യാ റഹ്മാൻ റഹീം. എല്ലാവരെയും സാധുവായവർക്ക് ഈമാനിൽ എന്ത് തന്നെയാണെന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കും. അതാണ് ഏറ്റവും ഉദ്ദേശിക്കുന്നത്. നല്ല നിരക്ക് ഈമാനുണ്ട്. അത്